പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരിയേറെ സ്നേഹത്തോടെ കർത്താവിൻ്റെ കരുണയിലേക്ക് ക്ഷണിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്കെല്ലാവർക്കും ഇടമുണ്ട്. പാപികൾക്കും രോഗികൾക്കും ജീവിതം തകർന്നവരും എല്ലാം കൈവിടപ്പെട്ടവർക്കും എല്ലാവർക്കും ഈശോയുടെ ഹൃദയത്തിൽ ഇടമുണ്ട്. ആ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടത് പാപികൾക്ക് ഇടം തരാൻ വേണ്ടിയാണ്. ഒരിക്കലും പറ്റാത്ത സ്നേഹം ആ ഹൃദയത്തിലൂടെ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്ന് ആ സ്നേഹം നമുക്ക് അനുഭവിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് അവൻ ആശ്വാസം തരും. എത്ര പാപത്തിൻ്റെ അല്ലെ തിന്മകളുടെ പാതകളിലൂടെ കടന്നുപോയ വ്യക്തിയാണെങ്കിലും യേശു നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടിയത് പാപികളും ബലഹീനരും രോഗികളുമൊക്കെയാണ്. അവൻ പാപികളോട് കൂട്ടിച്ചേർന്നു. അവരുടെ വീടുകളിലേക്ക് പോയി അവരോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിച്ചു. ഇത്ര നല്ലവനായ ഒരു ദൈവം, പാപികൾക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നവനായ യേശു നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മടങ്ങിവരവിന് വേണ്ടി ഈശോ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഒരു തിരിച്ചുവരവ് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എത്രയോ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാ വിശ്വാസം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ വഴികളിൽ, ജഡത്തിൻ്റെ സുഖങ്ങളിൽ, മദ്യത്തിൽ, മയക്കുമരുന്നിൽ, ആസക്തികളിലൊക്കെ മുഴുകി ജീവിക്കുന്നു. കൂദാശ ജീവിതമൊക്കെ വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ തിരിച്ച് യുവാക്കന്മാരുടെ വിശ്വാസത്തെ ഒത്തിരിയേറെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അവിടെ ബുദ്ധിയിൽ അന്ധകാരം നിറയുക. ലോകം അല്ലെ സയൻസ് ശാസ്ത്രമൊക്കെ നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തുകയാണ്. അന്ധകാരം നിറഞ്ഞ ബുദ്ധിയുടെ ഉടമകളായിട്ട് നമ്മൾ മാറുകയാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം പടുത്തുയർത്താനുള്ള ശ്രമത്തിലാണ് പലരും. ബാബേൽ ഗോപുരം തകർന്നു വീണതുപോലെ തകർന്നു വീഴും. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ജീവിതം കെട്ടിപ്പടുക്കുക എളുപ്പമല്ല. കാരണം ദൈവമാണ് നമുക്കെല്ലാം ആയിരിക്കേണ്ടവൻ. ദൈവമാണ് നമുക്കെല്ലാം. നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. യേശുവിൻ്റെ ആ തിരുഹൃദയത്തിൽ ആശ്രയം തേടാം. ആ ഹൃദയം എല്ലാവർക്കും വേണ്ടി പിളർക്കപ്പെട്ട ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നത് സ്നേഹത്തിൻ്റെ ജീവജല നദിയാണ്. സ്നേഹത്തിൻ്റെ മഹാപ്രവാഹമാണ് ആ ഹൃദയത്തിലൂടെ. ആ സ്നേഹം അനുഭവിക്കുവാൻ, ആ സ്നേഹം സ്വന്തമാക്കുവാൻ, ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. നമ്മുടെ ബുദ്ധിയുടെ എല്ലാ മേഖലകളെയും അന്ധമാക്കുന്ന വ്യാജമായ കാര്യങ്ങളിൽ നിന്ന്, സാത്താൻ ഒരുക്കുന്ന കെണികളിൽ നിന്ന് നമ്മൾ ഓടി അകലണം. നമ്മുടെയൊക്കെ മടങ്ങിവരവിന് വേണ്ടി, ഓരോ പാപിയുടെയും തിരിച്ചുവരവിന് വേണ്ടി ഈശോ കാത്തിരിക്കുന്നു. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-13 വചനങ്ങൾ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവൻ. നിങ്ങൾ ഉപവാസത്തോടെ മടങ്ങി വരണം. ഉപവാസത്തോടെ വരണം. കാരണം നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്
നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന പൈശാചിക അരൂപികൾ നമ്മളെ വിട്ടുമാറുന്നത്, തിന്മയുടെ ശക്തികൾ നമ്മളെ വിട്ടുമാറുന്നത്, നമ്മുടെ ബുദ്ധി പ്രകാശിപ്പിക്കപ്പെടുന്നത്, ഉപവാസത്തിലൂടെ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മേൽ നിരന്തരം പരിശുദ്ധാത്മാവ് ചൊരിയുന്നത്. അത് ഉപവാസത്തോടും വിലാപത്തോടും വിലപിക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളോർത്ത്, തിന്മകളോർത്ത്, ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ച കാലങ്ങളോർത്ത് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നെടുവീർപ്പോടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നെടുവീർപ്പുകൾ, അനുതാപത്തിൻ്റെ നെടുവീർപ്പുകൾ ദൈവസന്നിധിയിൽ എത്തണം. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവൻ. പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവൻ. ഇന്നലെ ഒരു അപ്പനും അമ്മയും അവരുടെ ഇളയ മകനും ഭാര്യയും 2 മക്കളും ഒക്കെ കൂടി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 15 വർഷത്തോളമാകുന്നു, ലഹരിയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഗുണ്ടായിസത്തിലും ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ തകർച്ചകൾ ആരംഭിച്ചപ്പോൾ പാമ്പാടി ഗുഡ് ന്യൂസിൽ ഞാനൊന്ന് ധ്യാനം നടത്തുന്ന കാലമാണ്. ആ മകൻ അവിടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ഇന്നലെ ആ മകൻ പറയുക, 8 തവണ എൻ്റെ ധ്യാനത്തിൽ അടുപ്പിച്ച് പങ്കെടുത്തു. ജീവിതത്തിൽ ചെയ്യാത്ത തിന്മകളൊന്നുമില്ല. ഗുണ്ടായുസവും അടി പിടി വെട്ടും കേസും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ ആഴമായ മാനസാന്തരത്തിലേക്ക് വന്നു. അക്രൈസ്തവ കുടുംബമാണ്, പക്ഷെ ഇന്ന് ആ കുടുംബം യേശുവിൻ്റെ സ്വന്തമാണ്. ഇന്നലെ അവരെല്ലാവരും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സഹോദരൻ്റെ അമ്മ കണ്ണുനീരോടെ പറയുക, എൻ്റെ മകനെ തിരിച്ചു തന്നതിന് നന്ദി. അമ്മ കരയാണ്. ആ കുടുംബം മുഴുവൻ ഇന്ന് സന്തോഷിക്കുക. മകൻ്റെ പാപജീവിതം ഉപേക്ഷിച്ച് മടങ്ങി വന്നിട്ടിപ്പോൾ ഏകദേശം 15 വർഷക്കാലമായി. അവിടെ എത്ര പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ ജീവിക്കുന്ന വ്യക്തിയെയും യേശു ഒന്ന് തൊട്ടാൽ മതി, അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, മടങ്ങി വരവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ധ്യാനങ്ങളിൽ പങ്കെടുക്കുക. ദൈവവചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് പരിവർത്തനമുണ്ടാകുന്നത്, ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ചലിക്കുന്നത്, പാപബോധമുണ്ടാവുന്നത്, കരച്ചിൽ വരുന്നത്, കരയാൻ പറ്റുന്നത്, പാപം ഏറ്റുപറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ ശരിക്കും ദൈവ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. പല വ്യക്തികളുമുണ്ട് ധ്യാനങ്ങൾ, കൺവെൻഷനുകളൊക്കെ വിമർശിക്കുന്നവർ. അവർക്കൊക്കെ തെറ്റിപ്പോയി. ഓരോ ധ്യാനങ്ങളിലും കൺവെൻഷനിലും പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അത് പ്രവൃത്തി ചെയ്യും. ആ വചനം ഹൃദയങ്ങളെ മുറിക്കും. ആ വചനങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും. ജോയൽ 2:13, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയം കീറണം. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളോർത്ത്, തിന്മകളോർത്ത്, അകൃത്യങ്ങളെ ഓർത്ത് ഹൃദയം നൊന്ത് കരയണം. നമ്മുടെ ഹൃദയം കീറിമുറിയണം. അനുതാപത്തിൻ്റെ കണ്ണുനീര് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒഴുകണം. ഈ അനുതാപത്തിൻ്റെ കണ്ണുനീര് ഒഴുക്കി നമ്മൾ പ്രാർത്ഥിക്കണം. ആ കണ്ണുനീര് നമ്മുടെ പാപത്തിൻ്റെ കറകളെ എല്ലാം കഴുകിക്കളെ. അടുത്ത നാളിൽ ധ്യാനം നടക്കുമ്പോൾ ഒരു സഹോദരി എൻ്റെ അടുക്കൽ നിന്ന് കരയുക. ഒത്തിരി അനുതാപത്തിലാണ്. വിവാഹിതയാണ്. പക്ഷെ ജീവിതത്തിൽ വന്നുപോയ ചില തെറ്റായ ബന്ധങ്ങൾ, ജീവിത സാഹചര്യങ്ങളിൽ വന്നുപോയ ചില പാളിച്ചകളെയൊക്കെ ഓർത്തൊക്കെ ഒത്തിരി അനുദപിച്ച് സങ്കടപ്പെട്ട് കരയുക. അനുതാപത്തിൻ്റെ കണ്ണുനീര് അത് ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്. ഞങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. യേശുവിൻ്റെ ഹൃദയം
കുത്തിപ്പിളർക്കപ്പെട്ടു. സ്നേഹം തന്നെയായ ഹൃദയം, ആ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ ഹൃദയം പിളർക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി. ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിൻ്റെ ജീവജല നദി അത് നമ്മളെ പൊതിയുക. ആ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകിയ ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. ജാതിയോ മതമോ വർഗമോ ദേശമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല. ആര് യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നാലും ആ ഹൃദയത്തിൽ ഇടമുണ്ട്. നിന്റെ കണ്ണുനീരിന് ഒരു ഉത്തരവുണ്ട്. അവൻ്റെ മാർവിടത്തിൽ സകല മനുഷ്യർക്കും ഇടമുണ്ട്. ജാതി മതമൊന്നും വ്യത്യാസമില്ല. മടങ്ങി വരിക, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. ലോകത്തിൻ്റെ മോഹങ്ങളും പാപ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് മടങ്ങി വരിക. കർത്താവ് നിങ്ങളെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയാണ്. ഉദാരമായിട്ട് നിന്റെ പാപങ്ങളും അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കും. അവിടുന്ന് കാരുണ്യവാനാണ്. നിന്നോട് കരുണ കാണിക്കും. നിന്റെ തലമുറയോട് അവൻ കരുണ ചൊരിയും. സ്നേഹത്തിൻ കൈ